ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ കേസിൽ ഡോക്ടർമാരുൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അറിയിച്ച അന്വേഷണ സംഘം ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരുൾപ്പെടെ 4 പ്രതികൾക്കും ഇന്ന് നോട്ടീസ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPക്ക് മുൻപാകെ ഹാജരാകുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് അന്വേഷണ സംഘം പുതുക്കിയ പ്രതിപട്ടിക കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും ഉൾപ്പെടെ 4 പ്രതികളാണ് ഉള്ളത്. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ ആർട്ടറി ഫോർസെപ്സ് കുടുങ്ങിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. അന്ന് ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നവരാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ആരോഗ്യ പ്രവർത്തകരെ പ്രതി ചേർത്തതെന്നാണ് അന്വേഷണ സംഘം വിശദമാക്കിയിട്ടുള്ളത്. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിന് മുൻപിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഹർഷിന. 2 ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രതി ചേർത്ത പോലീസ് കുന്നമംഗലം കോടതിയിൽ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് 103ാം ദിവസം പിന്നിടുമ്പോൾ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് പിന്മാറുന്ന കാര്യം ഹർഷിന ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തുമെന്നും ഹർഷിന വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഹർഷിനയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർമാരുൾപ്പെടെയുള്ളവരെ വിചാരണ ചെയ്യുവാനുള്ള അനുമതിക്കായി അന്വേഷണ സംഘം ഉടൻ സർക്കാരിന് അപേക്ഷ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവാനാണ് തീരുമാനം. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാമെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന നിയമ ഉപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇപ്പോൾ പോലീസ്.